GCDയുടെ കീഴിലുള്ള ഭൂമിയുടെ ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഉടമസ്ഥതയോ KMRൽ സ്വീകരിക്കുമ്പോൾ പാട്ടഭൂമിയാണ് ആൽബർട്സിൻ്റെ. അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട പ്രശ്നമാണ്. കോമ്പൻസേറ്റ് ചെയ്യുന്നത് സെയിൻറ്റ് ആൽബർട്സിലെ കുട്ടികൾക്ക് കളിസ്ഥലം വേണമെന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തേത് GCDക്ക് നഷ്ടപ്പെടുന്ന ഭൂമി മറ്റേതെങ്കിലും തരത്തിൽ അവരുടെ കോമ്പൻസേഷൻ കൊടുത്ത് സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. 2015 ഡിസംബർ അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പിരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ്, ഡിസംബർ എന്ന് പറഞ്ഞാൽ അറിയാം, 2026 മെയ്യിൽ തിരഞ്ഞെടുപ്പാണ്, അന്നിറക്കിയ വിവാദപരമായ പല ഉത്തരവുകളിൽ ഒന്നാണ് GCDയെ സംബന്ധിച്ചും സെൻറ്റ് ആൽബർട്സിൻ്റെ കളിസ്ഥലം സംബന്ധിച്ചുമുള്ള ഒരു വിജ്ഞാപനം ഗവൺമെൻറ് ഇറക്കി. ആ വിജ്ഞാപനത്തിൽ GCDക്ക് പകരസ്ഥലം കണ്ടുപിടിക്കേണ്ടതാണെന്ന് എഴുതിക്കൊണ്ട് സെയിൻറ്റ് ആൽബർട്സിന് ആ സ്ഥലം 83 സെൻറ്റ് അനുവദിക്കുന്നതിൽ. ഇങ്ങനെ വന്നപ്പോൾ അതൊരു ഓടിയെല്ലാന്നൊരു പൊതുചർച്ച വന്നു. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അതിനകത്തൊരു അന്തിമ തീർപ്പില്ലായി. GCDയുടെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഒരു ദൃഢമായ തീരുമാനം വന്നതുമില്ല. അങ്ങനെ വന്നപ്പോൾ പൊതു താല്പര്യ ഹർജി ഉണ്ടായി. ചെഷയർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഗവൺമെൻറ് ഭൂമി ഇങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ കൊടുക്കുന്നത് ഉചിതമല്ലെന്നുള്ള ഒരു 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 പബ്ലിക് ഇൻട്രസ്റ്റ് ലിസ്റ്റിഗേഷൻ കൊടുത്തു. അത് കോടതി സ്വീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. അതിൽ GCDയെ ന്യായമായും അതിൻ്റെ അവകാശം ഉന്നയിച്ചുകൊണ്ടുള്ള നിലപാട് കോടതിയിലെടുത്ത് അത് തുടർന്നു പോരുകയായിരുന്നു. ഇതിനിടയിൽ പലവട്ടം മുമ്പിൽ നമ്മളുടെ ലത്തീൻ കത്തോലിക്ക തിരുസഭയുടെ പ്രതിനിധികൾ, നമ്മുടെ കർദിനാൾ പിതാവടക്കം എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു കോടതിയിൽ നിൽക്കുന്ന കേസും അന്തിമ തീർപ്പ് രണ്ട് കൂട്ടരും തമ്മിലുണ്ടാക്കാൻ പറ്റാത്തതുമായതൊരു കോടതിയുടെ വിധി വരട്ടെ എന്നുള്ള അഭിപ്രായം ഞാനെന്ന് പറഞ്ഞു. അത് ആ രൂപത്തിൽ നിന്ന് പോയതാണ്. ഈ സ്ഥിതി വന്നപ്പോൾ സെയിൻറ്റ് ആൽബർട്ട് നമ്മളുടെ മെസ്സി വരുന്നൊരു പ്രശ്നം വന്നു. മെസ്സി വരുമ്പോൾ ഒരു ചുറ്റുമതിൽ കെട്ടേണ്ടതുണ്ടായിരുന്നു. ചുറ്റുമതിൽ കെട്ടുന്നതിന് വേണ്ടി GCDയെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും ആൻറ്റോ അഗസ്റ്റിൻ നമ്മളുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ MD എന്ന നിലയ്ക്ക് മെസ്സിയെ കൊണ്ടുവരുന്നതിനുള്ള മുൻകൈ എടുക്കുന്ന കൂട്ടത്തിൽ അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയുകയും ഞങ്ങളെ ഗവൺമെൻറ്റുമായി ആലോചിച്ച് ഗവൺമെൻറ്റും അതിൻ്റെ സ്പോർട്സ് ഡിവിഷനും സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരള ഞങ്ങൾ അവരുമായിട്ട് ആലോചിച്ച് ഒരു ധാരണയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അത് വളരെ ഭംഗിയായിട്ട് അവിടെ നടക്കുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ ഈ ചുറ്റുമുതൽ ഒരു വലിയ ഉത്തരവാദിത്തമായിരുന്നു. FIFA കണ്ടീഷണാലിറ്റി ആയിട്ട് വന്നു, അന്താരാഷ്ട്ര ഫുട്ബോൾ ഏജൻസിയുടെ. അത് കെട്ടി വന്നപ്പോൾ സെൻറ്റ് ആൽബർട്സിൻ്റെ ഈ ഭൂമി മതിൽ കെട്ടാൻ സമ്മതിക്കാത്ത ഒരു നിലയിൽ വന്നു. അത് അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയല്ല, ഉപയോഗത്തിന് കൊടുത്തപ്പോൾ തന്നെ കളി ആവശ്യങ്ങൾക്ക് കൂടി GCD അത് ഉപയോഗപ്പെടുത്തുന്നതിനകത്തുണ്ട്. പാട്ടഭൂമിയാണ്. അവർ കയറി തടുത്തു. അതൊരു ശരിയായ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ അതൊരു വലിയ വിഷയമാക്കി മാറ്റാത്ത വിധത്തിൽ സംയമനത്തോടു കൂടി പരമാവധി ശ്രമിച്ചെങ്കിലും അന്ന് അതിന് തീർപ്പുണ്ടായില്ല. അതൊരു കുറേ നാൾ നമ്മൾ മുടങ്ങിക്കിടന്നിരുന്നു. പിന്നീട് അനുനയ വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മതിൽ കെട്ടുകയും ചെയ്തു. ഇതിനിടയിൽ കോടതിയിൽ വീണ്ടും ചെന്നപ്പോൾ പ്രശ്നത്തിൽ കോടതി നടപടികൾക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ പ്രാബല്യത്തിലുണ്ട്. അപ്പോൾ അടിസ്ഥാന തർക്കത്തിൻ്റെ കോടതി വിധിക്ക് ഇടയായിട്ടില്ലാത്ത സാഹചര്യത്തിൽ GCDയെ അതിൽ തർക്കം ഉന്നയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ
ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ വിജ്ഞാപനം വന്നു. ഈ കഴിഞ്ഞ മാർച്ച് മാസം 15-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിന് 83 സെൻറ്റ് അനുവദിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതിനകത്ത് എല്ലെങ്കിലും പരിശോധിച്ച് ചെയ്യാനിടയായ ഒരു വിജ്ഞാപനമല്ല അത്. അതിറക്കിയിട്ടുള്ളത് റവന്യൂ വകുപ്പാണ്. റവന്യൂ വകുപ്പ് ചെയ്യുമ്പോൾ അത് റവന്യൂവിൻ്റെ ഭൂമിയേ അല്ല, ഭൂമിയുടെ ഉടമസ്ഥാവകാശം LSTDക്കാണ്. LSTD ഡിപ്പാർട്ട്മെൻറ്റ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയുള്ള ഭൂമിയിൽ അവരറിയാതെ, അവരോട് പറയാതെ അത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ വിജ്ഞാപനം ഇറക്കി എന്നുള്ളത് ദുരൂഹമാണ്. 15-ാം തീയതി വിധി വന്ന ശേഷം ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ അന്വേഷണം തുടങ്ങി. ഞങ്ങൾ പ്രധാനമായിട്ട് ശ്രമിച്ചിരുന്നത് നിയമപ്രശ്നമാണ്. ഒരു കാര്യം ശരിയാണ്, ഗവൺമെൻറ്റിന് ഏത് ഭൂമിയും ഗവൺമെൻറ് ഭൂമി വിവേചനാധികാര പ്രകാരം ആർക്കും കൊടുക്കാം, അത് ഗവൺമെൻറ് റൈറ്റാണ്. പക്ഷെ ഗവൺമെൻറ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തലവും നോക്കിക്കൊണ്ട് ചെയ്യാൻ തയ്യാറായില്ലെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അതിനകത്ത് നിയമപരിശോധനയൊക്കെ നടത്തിയപ്പോൾ ഇത് ഇടപെട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് തിരുത്തിക്കേണ്ട ഒന്നാണെന്ന് പൊതു അഭിപ്രായം വന്നു, നിയമാഭിപ്രായവും വന്നു. ഞങ്ങളുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളുടെ നിയമോപദേശവും അതാണ്. ഞാനിന്നിപ്പോൾ സംസാരിക്കുന്നത് ഇതിനകത്തുള്ള ഒരു ശരികേട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ GCDയോട് ചോദിച്ചിട്ടേ ഇല്ല. ഭൂമിയുടെ ഉടമകളായിരുന്ന ആര് പാട്ടക്കാരാണെങ്കിലും ഭൂമിയുടെ GCDയാണ്. ഞാനിപ്പോൾ GCDയുടെ ചെയർമാനായിരുന്നു, എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ അറിയണമെന്നൊരാഗ്രഹം എനിക്കുണ്ടാകുന്നൊരു തെറ്റുമില്ല, അത് സംഭവിച്ചില്ല. അത് വേറെ വിഷയമാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് റവന്യൂ വകുപ്പ് ഇങ്ങനെ ചെയ്യുന്നത്? ആ തീരുമാനം റദ്ദ് ചെയ്യുന്നത് ആവശ്യമാണ്. കുട്ടികളുടെ കളി, നമ്മളുടെ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ കളിസ്ഥലത്തിൻ്റെ കൊടുത്ത അംഗീകാരത്തിൻ്റെ സ്ഥിരീകരണം, പകരം ഭൂമി GCDക്ക് കിട്ടുന്ന വെച്ചാൽ അത് പാക്കേജാണ്. അതാണ് എൻ്റെ പ്രശ്നം. ആൽബർട്ട്സിൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുമ്പോൾ GCDയെ നഷ്ടം കാര്യവുമില്ല, അല്ലെങ്കിൽ നഷ്ടം സഹിക്കണം എന്നൊരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കണം. അതുകൊണ്ട് ഇതിനകത്തുള്ള ഈ പ്രകടമായ പോരായ്മ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോവുക, ഞങ്ങൾ കോടതിയിലേക്ക് പോവുക. ഞാൻ 1-2 ദിവസം കഴിഞ്ഞാൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ട ഒരാളാണ്. അത് രാഷ്ട്രീയമായൊരു ഉത്തരവാദിത്വമാണ്. അതിനു മുൻപ് ഈ അടുത്ത ഒടുവിലത്തെ ഈ പ്രധാനപ്പെട്ട സമൂഹം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ പത്രസമ്മേളനത്തിൻ്റെ വിഷയമേ അല്ല. അതുകൊണ്ട് GCDയെ അതിനകത്ത് തുടർ നടപടികൾക്ക് ഇത് തടയാനും നീതിപൂർവമായൊരു തീരുമാനമെടുക്കാനും ആരെയും ഒഴിവാക്കാനോ ആരെങ്കിലും നിൽക്കേണ്ട, വിൻ വിൻ സിറ്റുവേഷൻ മതി. ഒരു ഇക്വിലിബ്രിയം വേണം, അത് സമൂഹത്തിന് സമ്മതവുമാകണം. ഗവൺമെൻറ്റുകൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഈ കാര്യത്തിലുള്ള തിരക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈയെടുത്ത് ചെയ്തത് ബന്ധപ്പെട്ട LSTDയുമായി പരിശോധിക്കാതെയും ബന്ധപ്പെടാതെയുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ചാണെങ്കിൽ ഞാൻ തിരുത്തും. പിന്നെ ഉടമയായ GCDയോട് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇത് കടന്നുപോയത് ചിലപ്പോൾ അധികാരത്തിൻ്റെ പ്രയോഗത്തിൽ അതൊരു നിയമബാധ്യത അല്ലായിരിക്കാം. എങ്കിൽ പോലും ഞാൻ പറയുന്നു, ധാർമ്മികമായിട്ടെങ്കിലും ഒരു ബന്ധപ്പെടൽ വേണം. പ്രത്യേകിച്ച് ഞാൻ ആ ചുമതലയിൽ ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതും സംഭവിച്ചില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അപേക്ഷ ഒന്ന് കോടതിയിലേക്ക് തീരുമാനിച്ചുള്ളൊരു അറിയിപ്പാണ്. രണ്ടാമത്, ഈ കാര്യത്തിൽ വരുന്ന ഗവൺമെൻറ് ഇതിൻ്റെ ശരിയായ പരിശോധന നടത്തി ഇതിൻ്റെ അധർമ്മങ്ങളും നീതിയുടെ വശങ്ങളും നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.